നമസ്കാരം. വാർത്താ ദിനം ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. മാർപ്പാപ്പ ഇന്ത്യയിലെത്തുമെന്ന ക്രൈസ്തവ നേതാക്കളുടെ പ്രധാനമന്ത്രി അടുത്ത വർഷമോ 2025 ആദ്യമോ ഇന്ത്യയിലെത്തും. കേരളത്തിലെത്തുമെന്നും സന്ദർശനം നടത്തുമെന്നും മോദി. ഇക്കാര്യം അറിയിച്ചത് ഔദ്യോഗിക വസതിയിലെ ക്രിസ്മസ് വിരുന്നിൽ. മണിപ്പൂർ വിഷയത്തെപ്പറ്റി ബിഷപ്പ്മാർ ചോദിക്കണമായിരുന്നുവെന്ന് ബിനോയ് വിശ്വം. തിരുപ്പിറവി ആഘോഷത്തിൽ ലോകം. പാതിരാ കുർബാനകളിൽ പങ്കെടുത്ത വിശ്വാസികൾ. എറണാകുളം സെയിന്റ് മേരീസ് ബസിലിക്കയിൽ ഏകീകൃത കുർബാന. യുദ്ധത്തിന്റെ ഇരകൾക്കായി പ്രാർത്ഥിച്ചു മാർപ്പാപ്പ. ആഘോഷവും നിറപ്പകിട്ടുമില്ലാതെ ബെത്ലഹേം. നവകേരള യാത്രയിൽ ക്രമസമാധാന ചുമതല നിർവഹിച്ച പോലീസുകാർക്ക് ഗുഡ് സർവീസ് എൻട്രി. നടപടി ക്രമസമാധാന ചുമതലയുള്ള ADGP-യുടേത്. CPO മുതൽ IG വരെയുള്ളവർക്ക് പാരിതോഷികം നൽകും. നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് MM ഹസൻ. ശബരിമല തീർത്ഥാടകർക്ക് അടിയന്തര സൗകര്യമൊരുക്കണമെന്ന് ഹൈക്കോടതി. തീർത്ഥാടകർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ പോലീസ് മേധാവി നേരിട്ടിടപെടണം. കോടതിയുടെ ഇടപെടൽ പ്രത്യേക സിറ്റിംഗ് നടത്തി. സംസ്ഥാനത്ത് ക്രിസ്മസ് ആഘോഷവേളയിൽ റെക്കോർഡ് മദ്യവിൽപ്പന. ബിവറേജസ് ഔട്ട്ലെറ്റുകൾ വഴി മാത്രം വിറ്റത് 157.77 കോടിയുടെ മദ്യം. ഒന്നാം സ്ഥാനത്ത് ചാലക്കുടി. സംസ്ഥാനത്ത് കോവിഡ് കേസുകളിൽ വർധന. ആകെ രോഗികളുടെ എണ്ണം 3000 കടന്നു. 24 മണിക്കൂറിനിടെ 128 പോസിറ്റീവ് കേസുകൾ.